ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ കേസിലെ രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കും. വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായും വ്യക്തിഹത്യക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസ്. മുഖ്യമന്ത്രിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എല്ലാ സമൂഹ മാധ്യമങ്ങളിലുള്ളവരോടും നമ്മളും പറയുന്നൊരു കാര്യം, മാർട്ടിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മാർട്ടിൻ പങ്കുവയ്ക്കുന്ന വീഡിയോ ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെയും നടപടി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ പ്രചരിപ്പിച്ചവരും ഇനി പ്രചരിപ്പിക്കാൻ ആഗ്രഹമുള്ളവരുടെയും ശ്രദ്ധയിലേക്ക് നിങ്ങൾക്കെതിരെയും കേസ് വന്നേക്കാം. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇത് മാർട്ടിനെതിരെ മാത്രമായിരിക്കില്ലല്ലോ. മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ചതിനെതിരെയും കേസെടുക്കാനല്ലേ സാധ്യതയുള്ളത്? ഇനിയും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇതിലെ 8ാമത്തെ പ്രതിയായിരുന്ന ദിലീപിന് അനുകൂലമായിട്ട് ചിലർ നടത്തുന്ന പ്രസ്താവനകളൊക്കെ ഇപ്പോൾ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണ്. ഒരുപക്ഷെ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ ഇവർക്കെതിരെയൊക്കെ കേസ് വരാനുള്ള സാധ്യതയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ആദ്യം മാർട്ടിനെതിരെയാണോ കേസെടുക്കാൻ പോകുന്നത്? റോഷിപാൽ. അരുൺകുമാർ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഒരു വീഡിയോ നേരത്തെ ചിത്രീകരിച്ചതാണ്. ജാമ്യത്തിൽ പുറത്തുള്ള സമയത്ത് ചിത്രീകരിച്ചതാണെന്ന് പറയുന്ന വീഡിയോ ആണ്. ഒന്നിൽ കൂടുതൽ വീഡിയോ ഉണ്ട്. എല്ലാ വീഡിയോയിൽ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ പരിശോധിക്കുമ്പോൾ അത് എഴുതി വായിച്ചതുപോലെ തോന്നുന്നു. ഒരു വീഡിയോയിൽ തൊട്ടടുത്തിരിക്കുന്നയാൾ എന്താണ് പറയേണ്ടതെന്ന് മാർട്ടിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഈ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെടുമ്പോൾ നടി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വിശദാംശങ്ങളും എല്ലാം ഈ അക്രമി സംഘത്തിന് ഒറ്റുകൊടുത്ത ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ എന്നാണ് അന്വേഷണ സംഘം ഈ മാർട്ടിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മാർട്ടിൻ നടത്തിയ ഈ പരാമർശങ്ങൾ, ആ വീഡിയോ സംഭാഷണങ്ങൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു. അഭിഭാഷകരടക്കം മറ്റ് സീരിയൽ താരങ്ങളടക്കം ദിലീപിനെ അനുകൂലിക്കുന്നവർ നിരവധി പ്രചരിപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ അതിജീവിതയെ അധിക്ഷേപിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതിജീവിത ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ കേസെടുക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്. അതിജീവിത ഇത് സംബന്ധിച്ച് പരാതിയും നൽകുന്നുണ്ട്. പരാതിയിൽ മാർട്ടിനെതിരെ മാത്രമായിരിക്കില്ല കേസ്, ഇത് പ്രചരിപ്പിച്ച ഒട്ടേറെ പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ കേസുണ്ടാകും. നേരത്തെ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അതിജീവിതക്കെതിരെ രാഹുൽ ഈശ്വർ സമാനമായ രീതിയിൽ സൈബർ അതിക്രമം നടത്തിയപ്പോൾ അതിൽ കേസെടുക്കുകയും രാഹുൽ ഈശ്വർ 16 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ കടുത്ത വകുപ്പുകൾ ചേർത്തായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതൊരു മാതൃകാപരമായ ഒരു നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാകുക. കാരണം ഇത്തരം കേസുകളിൽ സ്ത്രീകളായ അതിജീവിതകൾക്കെതിരെ രൂക്ഷമായ രീതിയിൽ സൈബർ ആക്രമണം വരികയും ആരെങ്കിലും ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പരാതിപ്പെടാതിരിക്കാൻ ഇതൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇത്തരം പ്രവണതകൾ ഇല്ലാതിരിക്കുന്ന തരത്തിലുള്ള ഒരു മാതൃകാപരമായ നടപടിക്കാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് ഏറെ വൈകാതെ മാർട്ടിനെതിരെയും ഇത് പ്രചരിപ്പിച്ച മറ്റു പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയും കേസെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്ക് യു. റോഷിപാലാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കുക, മാർട്ടിൻ എന്ന ഈ കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതി നടത്തിയ വാസ്തവ വിരുദ്ധവും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവെച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും പോലീസിന്റെ റഡാറിലുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ പങ്കുവെച്ചവരിൽ ചിലർ സാമൂഹ്യ നിരീക്ഷകരായി നടക്കുന്നവരാണ്. അതിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ഈ 8ാമത്തെ പ്രതിയായ ദിലീപ് അനുകൂലി എന്ന രീതിയിൽ അഭിമാനപൂർവ്വം നടക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് നമുക്ക് പെടുത്തുന്ന ഒരു കാര്യമേ ഉള്ളൂ. നാട്ടിലെ നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അതിൻ്റെ ഇടയിൽ കൊണ്ട് തലയിൽ കെണിവയ്ക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ പ്രതി പറയുന്ന, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മാർട്ടിൻ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് കോടതി തന്നെ സ്ഥാപിച്ചതിനു ശേഷവും ഇപ്പോൾ അതിജീവിക്കെതിരെ തുടരുന്ന ഈ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, അതിനെതിരെ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എന്നതറിയുന്നു. അപ്പോൾ ജയിലിൽ കിടക്കാനും തിന്നാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ആവാം, ചെയ്തോളൂ. പക്ഷേ അതിജീവിതമാരെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും നമ്മൾ പിന്തുണ കൊടുക്കില്ല. കാരണം ഇത്തരം അതിജീവിതമാർക്ക് ഇനിയും വന്ന് പരസ്യമായി തുറന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാവണം.